നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും സംസ്ഥാനത്തുടനീളം പ്രതിഷേധം. ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതാണോ എന്ന പ്രസ്താവനയുമായി മന്ത്രി VN വാസവൻ. ആരോഗ്യരംഗത്ത് നടക്കുന്നത് PR ഏജൻസിയെ വെച്ചുള്ള നടപടികൾ മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിന്റെ അവസ്ഥയും പരിതാപകരം. നിർമ്മാണത്തിലെ അപാകത മൂലം അപകടാവസ്ഥയിലായി പത്തനംതിട്ട സർക്കാർ ജനറൽ ആശുപത്രി കെട്ടിടം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം പതിവ്. രോഗികളെ പരിശോധിക്കുന്നത് മൊബൈൽ ഫോൺ ടോർച്ചിന്റെ സഹായത്താൽ. ക്ഷേത്രോപദേശക സമിതികൾക്ക് കൂച്ചുവിലങ്ങ്. അനുമതിയില്ലാതെ വാർത്താ സമ്മേളനവും വാർത്താക്കുറിപ്പുകളും പാടില്ല. വിലക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ. ഉപദേശക സമിതികൾ ക്ഷേത്രം നടത്തിപ്പും ചടങ്ങുകളും മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന് നിർദ്ദേശം. ഗാസയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച 60 ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല പ്രതികരണവുമായി ഹമാസ്. അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറെന്ന് പ്രസ്താവന. പ്രതികരിക്കാതെ ഇസ്രായേൽ. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. KCL താരലേലത്തിൽ സഞ്ജു സാംസൺ വിലയേറിയ താരം. 26,80,000 രൂപയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് സ്വന്തം. അണ്ടർ-19 ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി വൈഭവ് സൂര്യവംശി. വാർത്തകൾ വിശദമായി നോക്കാം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് യുവജന സംഘടനകൾ. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തം. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലും സംഘർഷം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ച സംഭവത്തിലാണ് യുവജന സംഘടനകൾ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത്. മന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ മാർച്ച് സംഘർഷഭരിതമായി. 15-ലധികം തവണ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം DMO ഓഫീസിലേക്ക് നടത്തിയ ജില്ലാ യൂത്ത് കോൺഗ്രസ് മാർച്ചിലും പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് കണ്ണൂരിലും കാസർഗോഡും ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിലാണ് കലാശിച്ചത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ഓഫീസ് ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ആരോഗ്യ മേഖല താറുമാറാക്കിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോഴിക്കോട് BJPയുടെ പ്രതിഷേധ മാർച്ച്. ആരോഗ്യവകുപ്പ് സർക്കാരിന്റെ അന്ത്യകൂദാശയ്ക്ക് കാരണമാകുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. മന്ത്രി VN വാസവന്റെ വാഹനത്തിന് നേരെ അങ്കമാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. പ്രവർത്തകരെ പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. വീട്ടിലേക്കുള്ള റോഡിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി.
ബിജെപിയുടെ പ്രതിഷേധം. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട അങ്ങാടിക്കലുള്ള മന്ത്രിയുടെ വീട്ടിലേക്കായിരുന്നു ബിജെപിയുടെ പ്രതിഷേധ മാർച്ച്. പ്രകടനമായെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. തുടർന്ന് മാർച്ച് ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മന്ത്രി വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വൻ പോലീസാണ് പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നവരെ പരിഹസിച്ച മന്ത്രി വി.എൻ. വാസവൻ ഒരു അപകടമുണ്ടായാൽ ആ വകുപ്പിലെ മന്ത്രി രാജിവെക്കണമെന്നും ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതാണോ കെട്ടിടമെന്നും മന്ത്രി പരിഹസിച്ചു. റോഡ് അപകടമുണ്ടായാൽ ഗതാഗത വകുപ്പ് മന്ത്രി രാജിവെക്കണോ? വിമാനാപകടമുണ്ടായാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നോ എന്നും മന്ത്രി ചോദിച്ചു. ആരോഗ്യരംഗത്ത് നടക്കുന്നത് PR ഏജൻസിയെ വെച്ചുള്ള നടപടികൾ മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ മരുന്ന് വിതരണം പ്രതിസന്ധിയിലെന്നും ആരോഗ്യമേഖല സ്തംഭിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി സർക്കാർ മാത്രമാണ്. പകർച്ചവ്യാധികൾ 1-ാം സ്ഥാനം കേരളത്തിനാണ്. മരുന്നുകൾ ഉൾപ്പെടെ അവശ്യ വസ്തുക്കളൊന്നും കേരളത്തിലെ ആശുപത്രികളിൽ ഇല്ലെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ ഒരുപാട് അഴിമതിയുണ്ട്. ഞങ്ങളതെല്ലാം പുറത്തു കൊണ്ടുവരും. സ്വകാര്യസ്ഥതയുണ്ട്. വെറും PR മാനേജ്മെന്റ് മാത്രമാണ്, PR ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി ആരോഗ്യ രംഗത്ത് നടക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സംഭവത്തിന് പിന്നാലെ കോളേജിലെ മെൻസ് ഹോസ്റ്റലിന്റെ ദുരാവസ്ഥയും വീണ്ടും ചർച്ചാവിഷയമാകുന്നു. 60 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിൽ 300ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിന്റെ ദുരാവസ്ഥ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് ചാണ്ടി ഉമ്മൻ MLA സ്ഥലം സന്ദർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിനൊപ്പം തന്നെ പഴക്കമുള്ളതാണ് 300ഓളം വിദ്യാർത്ഥികൾ താമസിക്കുന്ന മെൻസ് ഹോസ്റ്റലും. MBBS വിദ്യാർത്ഥികളും B.Pharm വിദ്യാർത്ഥികളും ഇവിടെയാണ് താമസിക്കുന്നത്. കാലപ്പഴക്കം മൂലം കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് പാളികൾ അടർന്നു തുടങ്ങി. ശുചിമുറികളും ജനാലകളും അടക്കം ജീർണാവസ്ഥയിലാണ്. മുകൾ നിലയിലെ ടെറസിൽ നിന്നും വെള്ളം ചോർന്നിറങ്ങി റൂമിനുള്ളിലെ ഭിത്തിയിൽ ചെടികൾ വളർന്നു നിൽക്കുകയാണ്. പരാതികൾ ശക്തമാകുമ്പോൾ പേരിന് അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മഴ പെയ്യുന്ന സമയത്ത് ചോർച്ചയും ഭിത്തികളിലെ വിള്ളലും അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളി മുകളിൽ നിന്ന് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു റൂമിൽ 2-3 കുട്ടികൾ വെച്ച് നിൽക്കേണ്ട സ്ഥലത്ത് 4, 5, 6 കുട്ടികൾ വെച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഫൈനൽ ഇയർ ആകുമ്പോൾ 2 പേര്. B.Pharmലാണെങ്കിൽ അങ്ങനെ ഒരു കണക്കുമില്ല. അവർ 7, 8, 9 പേര് റൂമിൽ കിടക്കും. ഹോസ്റ്റലിന്റെ ദുരവസ്ഥയെക്കുറിച്ച് വിദ്യാർത്ഥികൾ പറഞ്ഞതറിഞ്ഞ് ചാണ്ടി ഉമ്മൻ MLA ഹോസ്റ്റൽ സന്ദർശിച്ചു. ഹോസ്റ്റലിലെ മുഴുവൻ കെട്ടിടങ്ങളിലും കയറിയിറങ്ങി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ MLA വിദ്യാർത്ഥികളുടെ പരാതികൾ കേട്ടു. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും പരിശോധന നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം സർക്കാർ ഉറപ്പാക്കണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? ഇതിൻ്റെ ഫിറ്റ്നസ് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സർക്കാർ സ്വന്തം ചെലവിൽ തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കും. ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ഇവിടെ ഉത്തരവാദിത്വം നിന്ന് ഒളിച്ചോടുകയാണ്. മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലെ ഹോസ്റ്റലിലും സംഭവിക്കാൻ സർക്കാർ കാത്തു നിൽക്കരുത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും MLA ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടതോടെ ഡോക്ടർ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ. ആരോഗ്യമേഖലയിലെ കെടുകാര്യസ്ഥതകൾ കൂടുതൽ ചർച്ചയാകുമ്പോഴാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം.
ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ OPയിലായിരുന്നു സംഭവം. 100ഓളം രോഗികൾ ചികിത്സയ്ക്കായി നിൽക്കുമ്പോഴാണ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടത്. ഏറെ നേരം വൈദ്യുതി തടസ്സം നേരിട്ടതോടെ രാവിലെ 10:30 മുതൽ 11:40 വരെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊബൈൽ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്ന് കുറിച്ചത്. OP ടിക്കറ്റ് വിതരണം പോലും ഇതുമൂലം തടസ്സപ്പെട്ടു. സാധാരണക്കാരായ നിരവധി രോഗികളെത്തുന്ന കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം നേരിടുന്നത് പതിവ് സംഭവമാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം രോഗികളെ പരിശോധിക്കുന്നതിന് ടോർച്ചുകളോ മൊബൈൽ വെളിച്ചമോ ആണ് ഏക ആശ്രയം. മുൻപ് KSEB 30 ലക്ഷം രൂപയോളം മുടക്കി ഇവിടെ ജനറേറ്റർ സ്ഥാപിച്ചിരുന്നു. ഇത് ആദ്യം പ്രവർത്തിച്ചിരുന്നുവെങ്കിലും നിസ്സാര തകരാറുകൾ സംഭവിച്ചതിനാൽ പിന്നീട് പ്രവർത്തിക്കാതെയാവുകയായിരുന്നു. ഇതിന് ബദൽ സംവിധാനം ഒരുക്കാൻ ആശുപത്രി അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ വൈദ്യുതി തടസ്സം നേരിട്ടാൽ രോഗികളുടെ മൊബൈൽ ഫോൺ തന്നെയാണ് ഏക ആശ്രയം. അമൃത ന്യൂസ്, ആലപ്പുഴ. നിർമ്മാണത്തിലെ അപാകതകൾ മൂലം 17 വർഷം മാത്രം പഴക്കമുള്ള ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ സർക്കാർ ജനറൽ ആശുപത്രി കെട്ടിടമാണ് അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. 4 വർഷം മുൻപ് ബലക്ഷയം കണ്ടെത്തിയെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഇപ്പോഴാണ്. പൊളിക്കാനിട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പ്രധാന ബ്ലോക്കായ BNC കെട്ടിടമാണ് അപകടഭീതി സൃഷ്ടിക്കുന്നത്. 4 നിലകളായുള്ള ഈ കെട്ടിടത്തിൽ ഗൈനക്കോളജി, കുട്ടികളുടെ വാർഡ്, ICU എന്നിവ പ്രവർത്തിക്കുന്നു. കെട്ടിടത്തിന്റെ തൂണുകളിൽ കോൺക്രീറ്റ് പൊട്ടിമാറി ദ്രവിച്ച കമ്പികൾ കാണാം. ഏറ്റവും മുകളിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ ശുചിമുറിയുടെ ഭാഗത്ത് ചോർച്ചയുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ BNC ബ്ലോക്കിൽ മേൽക്കൂര അടർന്നു വീണ് ഗർഭിണിയും ഭർത്താവും തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. BNC കെട്ടിടത്തിന്റെ ബലക്ഷയം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തിയേക്കുമെന്ന് ആശുപത്രി വികസന സമിതി അംഗം മുഹമ്മദ് അൻസർ പറയുന്നു. ഞങ്ങളെല്ലാം കാലാകാലമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് രോഗികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഇവിടെ തകർച്ചയിലായിരിക്കുന്ന BNC ബ്ലോക്ക് ഉടൻ തന്നെ നിർമ്മിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രോഗികളുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്ന ഒരു നടപടി ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ ആരോഗ്യ മേഖല കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് പത്തനംതിട്ട ജനറൽ സാക്ഷ്യമുണ്ട്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് പൊളിക്കാനിട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നത് അപകടഭീതി സൃഷ്ടിക്കുകയാണ്. ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് സംവിധാനവും പ്രവർത്തനരഹിതം. ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾക്കായി നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ മാറ്റിയിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിന്റെ പണി എന്ന് തീരുമെന്ന് വ്യക്തമില്ലാത്തതിനാൽ പുതിയ കെട്ടിടം സാധ്യമാക്കും വരെ ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഭയാശങ്കയോടെ തന്നെ തുടരേണ്ടി വരും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് അടച്ച ഇറാൻ വ്യോമപാത തുറന്നു. ഇതോടെ UAE-യിൽ നിന്നും ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. വെള്ളിയാഴ്ച ടെഹ്റാൻ, ബന്ദർ അബ്ബാസ്, മഷ്ഹദ് എന്നിവിടങ്ങളിലേക്ക് ദുബായിൽ നിന്നും വിമാന സർവീസുകൾ ആരംഭിച്ചു. എയർ അറേബ്യയുടെ ഷാർജയിൽ നിന്നുമുള്ള ഇറാൻ വിമാന സർവീസുകൾ ഞായറാഴ്ച മുതൽ ആരംഭിക്കും. ഇക്കഴിഞ്ഞ ജൂൺ 13-നാണ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ വ്യോമപാത അടച്ചത്. ചൂട് കനത്തതോടെ വാഹനയാത്രക്കാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി ദുബായ് RTA. ആഭ്യന്തര മന്ത്രാലയവും ദുബായ് പോലീസുമായി സഹകരിച്ച് സമ്മർ വിത്തൌട്ട് ആക്സിഡന്റ് എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിനും ദുബായ് RTA ആരംഭിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി റോഡുകളിലെ അറിയിപ്പ് സ്ക്രീനുകൾ, കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളിലെ സ്ക്രീനുകൾ, സമൂഹമാധ്യമങ്ങൾ, മൊബൈൽ ആപ്പുകൾ വഴി സുരക്ഷിത യാത്ര സംബന്ധിച്ചുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കും. വാഹനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ടയർ പ്രഷർ, എഞ്ചിൻ കൂളന്റ്, എഞ്ചിൻ ഓയിൽ എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ദുബായ് RTA വാഹന ഉടമകൾക്ക് നിർദ്ദേശം നൽകി. തുറസായ സ്ഥലങ്ങളിൽ അധിക നേരം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ സെപ്റ്റംബർ അവസാനം വരെ തുടരും. ലോകമെങ്ങുമുള്ള വിശക്കുന്ന ജനങ്ങൾക്ക് ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്ന 1 ബില്യൺ മീൽസ് ദൗത്യം ലക്ഷ്യം പൂർത്തിയാക്കിയെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. 65 രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യാനായി എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2022 റമദാൻ മാസത്തിലാണ് 1 ബില്യൺ ഭക്ഷണപ്പൊതികൾ എന്ന ക്യാമ്പയിൻ UAE ആരംഭിച്ചത്. 10 മില്യൺ ഭക്ഷണപ്പൊതികൾ എന്ന ക്യാമ്പയിൻ 2020-ലും 100 മില്യൺ ഭക്ഷണപ്പൊതികൾ എന്ന ക്യാമ്പയിൻ 2021-ലും UAE നടപ്പിലാക്കിയിരുന്നു. UN ഏജൻസികൾ, രാജ്യത്തും വിദേശത്തുമുള്ള പങ്കാളികൾ എന്നിവരുമായി സഹകരിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത്. എഞ്ചിൻ ഓഫാക്കാതെ വാഹനത്തിൽ നിന്നും ഇറങ്ങിപ്പോയാൽ 500 ദിർഹം
പിഴയടക്കേണ്ടി വരുമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ്. ഗ്രോസറികൾ, പെട്രോൾ പമ്പുകൾ, പള്ളികൾ, ATMകൾ എന്നിവയ്ക്കടുത്ത് വാഹനം ഓഫാക്കാതെ ആളുകൾ ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ അശ്രദ്ധമായി എഞ്ചിൻ ഓഫാക്കാതെ പോകുന്നത് തീപിടുത്തം മുതൽ വാഹന മോഷണത്തിനുള്ള സാധ്യത വരെ വർദ്ധിപ്പിക്കുമെന്ന് അബുദാബി പോലീസ് ഓർമ്മിപ്പിച്ചു. വാഹനം നിർത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യരുതെന്നും കേടുപാടുകൾ മൂലം റോഡിൽ വാഹനം നിർത്തേണ്ട സാഹചര്യം വന്നാൽ മുൻകരുതൽ നടപടികൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനും ആഗോള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും പ്രവേശന നടപടിക്രമങ്ങൾ ലളിതമാക്കാനും ലക്ഷ്യമിട്ട് ഇലക്ട്രോണിക് വിസ സംവിധാനം നിലവിൽ വന്നു. ഈ വിസ പ്ലാറ്റ്ഫോം നിലവിൽ ടൂറിസ്റ്റ്, കുടുംബ സന്ദർശനം, ബിസിനസ്, ഔദ്യോഗികം എന്നീ വിവിധ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ വിസ വിഭാഗങ്ങളും ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ്. ഇത് വിസയ്ക്ക് അപേക്ഷ നൽകുന്നത് എളുപ്പമാക്കുന്നതോടൊപ്പം പേപ്പർ വർക്കുകളും പ്രോസസ്സിംഗ് സമയങ്ങളും കുറയ്ക്കുകയും ചെയ്യുന്നു. 90 ദിവസം വരെ സാധുതയുള്ള ടൂറിസ്റ്റ് വിസ രാജ്യം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സഹായിക്കും. 30 ദിവസത്തേക്ക് സാധ്യതയുള്ള കുടുംബ സന്ദർശന വിസയും ഇതുവഴി ലഭിക്കും. 6 ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലൂടെ യാത്ര അനുവദിക്കുന്ന ഏകീകൃത ഹ്രസ്വകാല വിസയായ വരാനിരിക്കുന്ന GCC ഗ്രാൻഡ് ടൂർസ് വിസയിൽ നിന്നും കുവൈറ്റിന് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കുവൈറ്റിലെ ശക്തമായ പൊടിക്കാറ്റ് നാളെ വരെ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ദരാർ അൽ അലി അറിയിച്ചു. ചില സമയങ്ങളിൽ ശക്തമാകുന്ന കാറ്റ് രാജ്യത്തുടനീളം പൊടിപടലങ്ങൾ ഉയർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാറ്റ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാൻ സാധ്യതയുണ്ടെന്നും ഇത് പൊടിപടലങ്ങൾ ഉയർത്തുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തുറന്ന സ്ഥലങ്ങളിൽ ദൂരക്കാഴ്ച പരിധി 1000 മീറ്ററിൽ താഴെയാക്കുമെന്നും കടൽ തിരമാലകൾ 6 അടിയിൽ കൂടുതൽ ഉയരാൻ ഇടയാക്കുമെന്നും അൽ അലി മുന്നറിയിപ്പ് നൽകി. സൗദി അറേബ്യയിൽ വൈദ്യുതി മീറ്റർ കൃത്രിമം, സേവന വീഴ്ച എന്നിവയ്ക്കുള്ള പിഴകൾ സൗദി വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി കൂട്ടി. കൃത്രിമം നടത്തുന്ന വൈദ്യുതി മീറ്ററിന്റെ സർക്യൂട്ട് ബ്രേക്കർ ശേഷി 100 ആംപിയറോ അതിൽ കുറവോ ആണെങ്കിൽ 5000 റിയാൽ പിഴ ചുമത്തും. സർക്യൂട്ട് ബ്രേക്കർ ശേഷി 100 ആംപിയർ മുതൽ 150 ആംപിയർ വരെയാണെങ്കിൽ 15000 റിയാലാണ് പിഴ. 400 ആംപിയർ കൂടുതലാണെങ്കിൽ പിഴ 1 ലക്ഷം റിയാലായി ഉയരും. പുതിയ ഭേദഗതിയിൽ 10 അടിസ്ഥാന നിയമലംഘനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം ഓഗസ്റ്റിൽ പ്രതിദിന എണ്ണ ഉൽപ്പാദനത്തിൽ 5,48,000 ബാരലിന്റെ വീതം വർധനവ് വരുത്താൻ 8 OPEC പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചു. സൗദി അറേബ്യ, റഷ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, ഖസാക്കിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ 8 രാജ്യങ്ങളാണ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത്. എണ്ണ വിപണി സ്ഥിരതയ്ക്കുള്ള പ്രതിബദ്ധത 8 രാജ്യങ്ങളും സ്ഥിരീകരിച്ചു. 2023 ഏപ്രിൽ, നവംബർ മാസങ്ങളിൽ സ്വമേധയാ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറച്ച 8 OPEC പ്ലസ് രാജ്യങ്ങൾ ഇന്ന് വെർച്വലായി യോഗം ചേർന്ന് ആഗോള വിപണി സാഹചര്യങ്ങളും വീക്ഷണവും അവലോകനം ചെയ്തു. സെപ്റ്റംബറിലെ ഉൽപ്പാദന നിലവാരം നിർണ്ണയിക്കാൻ 8 രാജ്യങ്ങളും 2025 ഓഗസ്റ്റ് 3 യോഗം ചേരും. പുതിയ തീരുമാനത്തോടെ ഓഗസ്റ്റിൽ സൗദി അറേബ്യയുടെ കോട്ട 97,56,000 ബാരലും, UAEയുടെ കോട്ട 32,72,000 ബാരലും, ഒമാന്റെ കോട്ട 7,92,000 ബാരലായി ഉയരും. GCC രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒറ്റ വിസയ്ക്കുള്ള GCC ഗ്രാൻഡ് ടൂർസ് വിസ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗൾഫിലെ രാജ്യങ്ങളിലെ പാസ്പോർട്ട് വകുപ്പുകൾ തമ്മിൽ ഇന്നലെ സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന യോഗത്തിൽ കരാറിലെത്തിയിട്ടുണ്ട്. ഏകീകൃത ടൂറിസ്റ്റ് വിസ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അന്തിമ രൂപം നൽകാൻ GCC രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഡയറക്ടർ ജനറൽമാരും GCC ആഭ്യന്തര മന്ത്രാലയങ്ങളിലെ പാസ്പോർട്ട് വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും വിദഗ്ധരും പങ്കെടുത്ത റിയാദിൽ നടന്ന ഏകോപന യോഗത്തിലാണ് തീരുമാനമായത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കേരള സർവകലാശാല നാളെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരും. രാവിലെ 11:30 മണിക്കാണ് യോഗം. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് 16 ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒപ്പിട്ട കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ നടപടി സിൻഡിക്കേറ്റ് യോഗം പുനഃപരിശോധിക്കും. VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ നിലവിൽ അവധിയിൽ ആയതിനാൽ ഡിജിറ്റൽ സർവകലാശാല VC സിസ തോമസിനാണ് പകരം ചുമതല. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുത്ത പരിപാടി റദ്ദാക്കിയ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്ത നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് 16 ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ അവധിയിലായതിനാൽ പകരം ചുമതലയേറ്റ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസ് യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞിരുന്നു. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിസ തോമസിനെ തടഞ്ഞത്. സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ ഹർജി വിശദമായ വാദം കേൾക്കാൻ
ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മാറ്റിവെച്ചിരിക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രം മതചിഹ്നമാകുന്നത് എങ്ങനെയെന്നും ഗവർണർ പങ്കെടുത്ത പരിപാടി രജിസ്ട്രാർ കൂടുതൽ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതായിരുന്നുവെന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം പരാമർശിച്ചത്. അടിയന്തര സാഹചര്യത്തിൽ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനാകുമെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ആവശ്യം ഉയർത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രോപദേശക സമിതികൾക്ക് കൂച്ചുവിലങ്ങ്. ദേവസ്വം ബോർഡിന്റെ അനുമതി കൂടാതെ വാർത്താ സമ്മേളനമോ വാർത്താക്കുറിപ്പോ പാടില്ലെന്നാണ് പുതിയ ഉത്തരവ്. ക്ഷേത്രങ്ങൾക്കുമേൽ സർക്കാർ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് ആക്ഷേപം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ബോർഡ് സെക്രട്ടറിയുടെ ഉത്തരവ്. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനും ചടങ്ങുകൾ വീഴ്ചയില്ലാതെ നടത്തുന്നതിനും ആവശ്യമായ സഹായം ബോർഡിന്റെ അനുമതിയോടെ ചെയ്യുകയാണ് ഉപദേശക സമിതികളുടെ ചുമതലയെന്നാണ് ജൂലൈ 3 ബോർഡ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിലുള്ളത്. ഭക്തരിൽ നിന്ന് സംഭാവന സ്വീകരിച്ചാണ് ക്ഷേത്ര നവീകരണം ഉൾപ്പെടെ ഉപദേശക സമിതികൾ നിർവഹിക്കുന്നത്. തുച്ഛമായ വിഹിതമാണ് ഇതിനായി ദേവസ്വം ബോർഡ് നൽകുന്നത്. അതിസങ്കീർണമാണ് ഇതിനായുള്ള നടപടിക്രമവും. ബോർഡിന്റെ പുതിയ നിർദ്ദേശത്തിൽ ഭക്തർക്കും സംഘടനകൾക്കും എതിർപ്പുണ്ട്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ കക്ഷി നോമിനികൾക്ക് സമിതികളിൽ കയറാനാകില്ല. നറുക്കെടുപ്പിലൂടെയാണ് സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ സമിതി അംഗങ്ങൾ വിമർശനമുയർത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നാണ് വിവരം. പുതിയ ഉത്തരവ് പ്രകാരം ദേവസ്വം ഓഫീസർമാരാണ് സമിതി ട്രഷറർ. ഇക്കാര്യം അംഗീകരിക്കാൻ പല സമിതികളും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ബോർഡ് സെക്രട്ടറിയുടെ പുതിയ ഉത്തരവ്. സാധനങ്ങൾക്ക് അടിക്കടിയുണ്ടാകുന്ന വിലക്കയറ്റം മൂലം ക്ഷേത്രങ്ങളുടെ ദൈനംദിന ചടങ്ങുകൾ പോലും പ്രതിസന്ധിയിലാണിപ്പോൾ. വഴിപാടിനങ്ങൾക്ക് ദേവസ്വം ബോർഡ് നൽകുന്ന വിഹിതം വർദ്ധിപ്പിച്ചിട്ട് 4 വർഷമായെന്നും ഉപദേശക സമിതികൾ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, തൃശൂർ. സൂംബയുടെ കാര്യത്തിൽ തൂമ്പയുമായി ഇറങ്ങിയവർ ഏതൊക്കെ ഭീഷണികൾക്ക് മുൻപിൽ മുട്ടുമടക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. രാഷ്ട്രീയമായ പല കാര്യങ്ങളും പഠിപ്പിക്കാനായി വിദ്യാഭ്യാസ വകുപ്പിനെ ദുരുപയോഗം ചെയ്യുകയാണ്. ദേശീയ നയത്തിന്റെ ഭാഗമായ പല കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും ചുവപ്പുവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. സൂംബയുടെ കാര്യത്തിൽ ഇപ്പോൾ തുമ്പയുമായി ഇറങ്ങിയവർ ഇനി ഏതൊക്കെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോവുകയാണ്. ഇപ്പം തന്നെ പറയാൻ തുടങ്ങി, ചർച്ച നടത്താം. ഇതെന്താ വലിയ സമരമാണോ ഇവിടെ നടക്കുന്നത്? ആരോടെ ചർച്ച നടത്തുന്നത്? തലക്കെട്ടുകാർ വന്ന് പറയുമ്പോഴേക്ക് ചർച്ച നടത്താമെന്ന് പറയാൻ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായമുണ്ട്. ഗാസയിലെ വെടിനിർത്തലിന് അനുകൂല നിലപാട് അറിയിച്ച ഹമാസ് അമേരിക്ക മുന്നോട്ട് വെച്ച 60 ദിവസത്തെ വെടിനിർത്തലിനോടാണ് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചത്. മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഖത്തറിനെയും ഈജിപ്തിനെയും നിലപാട് അറിയിച്ചതായാണ് റിപ്പോർട്ട്. സമാധാന ശ്രമങ്ങളും മറ്റു കാര്യങ്ങൾക്കും ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ വീണ്ടും യുദ്ധം ആരംഭിക്കില്ലെന്ന് അമേരിക്ക വാഗ്ദാനം ചെയ്യണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനോട് ഇസ്രായേലും അമേരിക്കയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ മരിച്ചു. വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ടെക്സസിലെ കൗർ കൗണ്ടിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. കാണാതായവരുടെ എണ്ണത്തിൽ അവ്യക്തത തുടരുകയാണ്. ടെക്സസിലെ കനത്ത മഴയിൽ ഗ്വാഡാലൂപ്പെ നദിയിൽ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടിയായി ഉയർന്നതോടെയാണ് പ്രളയം ഉണ്ടാകുന്നത്. 14 ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ വൻ സന്നാഹത്തോടെയുള്ള രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നുവെന്നും ടെക്സസ് ലഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് വ്യക്തമാക്കി. We will do everything humanly possible 24/7. Looking at every tree, turning over every rock, whatever it takes, if your child is one of those truly missing and not just out of touch, to find your daughter. We will do everything humanly possible. മനോഹരമായ കുന്നുകളും നദികളും തടാകങ്ങളും ചേർന്ന് പ്രകൃതി രമണീയമായ സ്ഥലമാണ് ടെക്സസ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദേശവും. ഗ്വാഡാലൂപ്പ് നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് സാധാരണ സംഭവമാണ്. എന്നാൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ജലനിരപ്പ് ഉയരുന്നത് ഇത് ആദ്യമായാണ്. അതേസമയം പ്രളയം ഭയാനകമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ട്രംപ് നാശനഷ്ടം കുറയ്ക്കാൻ
കുറയ്ക്കാൻ ടെക്സാസ് ഗവർണർ ഗ്രേഗ് അബോട്ടുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും വ്യക്തമാക്കി. ഗ്വാഡാലുപ്പെ നദിയിലുണ്ടായ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായെന്നും അപകടത്തിൽപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണമെന്നും സെനറ്റർ ജോൺ കോർണിലും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ 90ാം ജന്മദിനാഘോഷങ്ങൾ ധർമ്മശാലയിൽ തുടരുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രത്യേക പൂജയിൽ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ബുദ്ധമത വിശ്വാസികൾ ദലൈലാമയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ധർമ്മശാലയിലെത്തുന്നത്. നാളെയാണ് ജന്മദിനം. കായിക വാർത്തകൾ നോക്കാം. അണ്ടർ-19 ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി വൈഭവ് സൂര്യവംശി. ഇംഗ്ലണ്ട് ടീമിനെതിരായ 4ാം ഏകദിനത്തിലാണ് വൈഭവിന്റെ മിന്നും പ്രകടനം. 52 പന്തിൽ നിന്നാണ് താരം സെഞ്ചുറി നേടിയത്. 10 ഫോറുകളും 7 സിക്സറുകളും അടങ്ങുന്നതാണ് വൈഭവിന്റെ ഇന്നിംഗ്സ്. 24 പന്തിലാണ് വൈഭവ് അർദ്ധ സെഞ്ചുറി തികയ്ക്കുന്നത്. 3ാം ഏകദിനത്തിൽ വൈഭവ് അതിവേഗ അർദ്ധ സെഞ്ചുറി തികച്ചിരുന്നു. എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 608 റൺസിന്റെ വിജയലക്ഷ്യം. ഇന്ത്യ 427 റൺസിന് ഡിക്ലയർ ചെയ്തു. 2ാം ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് കരുത്താണ് ഇന്ത്യക്ക് കൂറ്റൻ ലീഡ് സമ്മാനിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ ഡബിൾ സെഞ്ചുറി നേടിയ ഗിൽ 2ാം പന്തിൽ 129 പന്തിലാണ് ടെസ്റ്റിലെ 8ാം സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഇതോടെ ഒരു ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറിയും നേടുന്ന 2ാമത്തെ ഇന്ത്യൻ ബാറ്ററും ലോക ക്രിക്കറ്റിലെ 9ാമത്തെ ബാറ്ററും എന്ന റെക്കോർഡും ഗിൽ സ്വന്തമാക്കി. സെഞ്ചുറി നേടിയതോടെ ഒരു ടെസ്റ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റർ എന്ന റെക്കോർഡും ഗിൽ സ്വന്തമാക്കി. വെസ്റ്റ് ഇൻഡീസിനെതിരെ 344 റൺസ് അടിച്ച ഗവാസ്കറുടെ റെക്കോർഡാണ് 369 റൺസുമായി ഗിൽ പുതുക്കി എഴുതിയത്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം പതിപ്പിൽ ഏറ്റവും കൂടുതൽ തുക നേടി സഞ്ജു സാംസൺ. 26.8 ലക്ഷം രൂപയ്ക്കാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സഞ്ജു സാംസണെ സ്വന്തമാക്കിയത്. ഒരു ടീമിന് ചിലവഴിക്കാവുന്നതിന്റെ പകുതിയിലേറെ തുക നൽകിയാണ് സഞ്ജുവിനെ ടീം നേടിയത്. ബേസിൽ തമ്പി 8,40,000 രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസ് സ്വന്തമാക്കി. ഷോൺ റോജർ 4,40,000 രൂപയ്ക്ക് തൃശൂർ ടൈറ്റൻസിൽ. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് KCL 2ാം പതിപ്പ് നടക്കുക. ഏഷ്യ കപ്പ് ഫുട്ബോളിൽ ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ വനിതകൾ. യോഗ്യതാ റൗണ്ടിൽ തായ്ലൻഡിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഇന്ത്യ 2026 ഏഷ്യ കപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ വനിതകൾ യോഗ്യതാ റൗണ്ടിലൂടെ യോഗ്യത നേടുന്നത്. യോഗ്യതാ മത്സരങ്ങൾ ഇല്ലാതിരുന്ന 2003 ഇന്ത്യ അവസാനമായി ഏഷ്യ കപ്പിൽ കളിക്കുന്നത്. സംഗീത ബെസ്ഫോറിന്റെ ഇരട്ട ഗോളിലാണ് ഇന്ത്യ തായ്ലൻഡിനെ തകർത്തത്. മലയാളി താരം മാളവികയും ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.